സംസ്ഥാനത്ത് ABC സെന്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരേ ഒരു ABC സെന്ററിന് മുന്നിലാണ്. ഇവിടുത്തെ പ്രവർത്തനം ഈ കാണുന്നതാണ്. ഇതിങ്ങനെ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞു. സംസ്ഥാനത്ത് 19 ABC സെന്ററുകൾ ഉണ്ടെന്നാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. 9 എണ്ണം നിർമ്മാണത്തിലാണ്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ 2 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഒരു ABC സെന്റർ എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ എല്ലാം വാഗ്ദാനത്തിലൊതുങ്ങി. തെരുവുനായ ശല്യം മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും സർക്കാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് തന്നെ. കോട്ടയത്തെ ABC സെന്ററിൽ ഇതുവരെ വന്ധ്യംകരിച്ചത് 1415 തെരുവുനായ്ക്കളെ മാത്രം. സ്കൂളുകൾ പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം, ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവന്നത്. പക്ഷേ സർക്കാരിൻ്റെ തലത്തിൽ ഇതിന് വേണ്ടത്ര ഫണ്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കാത്ത പ്രോജക്റ്റുകൾ മുനിസിപ്പാലിറ്റികൾക്കോ ജില്ലാ പഞ്ചായത്തിനോ വെക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ വീഴ്ച. 5.5 ലക്ഷം രൂപയാണ് ABC സെന്ററിൻ്റെ ഒരു മാസത്തെ പ്രവർത്തന ചെലവ്. ഒരു സെന്റർ തുടങ്ങാൻ കുറഞ്ഞത് 30 സെന്റ് സ്ഥലവും 1 കോടി രൂപയും വേണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാർ ഈ തുക എങ്ങനെ കണ്ടെത്താനാണ്? അപ്പോൾ ഒറ്റ പരിഹാരമേ ഉള്ളൂ: തെരുവുനായയുടെ കടി കൊള്ളുക, ഓടാൻ കഴിയുന്നതുവരെ ജീവനും കൊണ്ട് ഓടുക. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.